ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായി സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോ സഞ്ചരിക്കുമ്പോൾ മാർത്ത എന്ന് പറയുന്ന ഒരു സഹോദരി അവനെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. മർത്തായ്ക്ക് മറിയം എന്ന സഹോദരിയും ലാസർ എന്ന സഹോദരനും ഉണ്ട്. ഈശോ പോകുന്ന വഴിയിൽ മാർത്ത അവനെ സ്വീകരിക്കുന്നത് ഈശോ ഭവനത്തിൽ പ്രവേശിച്ചപ്പോഴെല്ലാം അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഈശോയെ മാർത്ത തൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ഈശോ ഭവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മാർത്ത പല കാര്യങ്ങളിലും വ്യഗ്രചിത്തയായിരുന്നു. അപ്പോൾ പല കാര്യങ്ങൾ ശുശ്രൂഷയിൽ വ്യഗ്രചിത്തയായിരുന്നതുകൊണ്ട് അവളുടെ പണികളൊന്നും ക്രമമായി തീരാതെ വന്നു. അവൾ ഈശോയുടെ അടുത്തിരിക്കുന്ന മറിയത്തെ കണ്ട് ഈശോയോട് മർത്ത എന്ന് പറയുകയാണ്, എൻ്റെ ശുശ്രൂഷകളിൽ സഹായിക്കുവാൻ ഇവളോട് പറയുക. ഈശോ അവളോട് പറഞ്ഞു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇത് ഇവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, ഈശോ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുവാൻ വേണ്ടി മാർത്ത വ്യഗ്രചിത്തയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറിയമാകട്ടെ ഈശോയുടെ കാൽപാദത്തെങ്കിൽ ഇരുന്നു കൊണ്ട് ഈശോയുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും സ്വീകരിച്ച് തന്നെ വിശദീകരിക്കുകയാണ്. അതാണ് ഈശോ മർത്തയോട് പറഞ്ഞത്, നീ ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇത് ഇവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഈശോയെ നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും നാം സ്വീകരിക്കണം. മറിയം ദൈവവചനം കേട്ട് തൻ്റെ ജീവിതത്തിലെ മാറ്റം വരുത്തി ക്രമപ്പെടുത്തുന്നത് പോലെ ഈശോയുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും നാം ശ്രവിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി മുന്നേറണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, ദൈവവചനം കേൾക്കുന്നത് മാത്രം ഉള്ളവരായി മാറാതെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറാം. ത്രേകദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.